കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ സമയത്ത് ഇത്രയും സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ ദൈവം നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നു. വചനങ്ങളെ കേൾക്കുവാനൊക്കെ ദൈവം നമ്മെ ബലപ്പെടുത്തി. വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ചില നിമിഷങ്ങൾ കൂടെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ 7 മാസത്തോളമായി നമുക്ക് ഒരുമിച്ച് കൂടുവാനോ ഒരുമിച്ച് ആരാധിക്കുവാനോ കഴിയാതെ നാം വിവിധ ഇടങ്ങളിൽ നിന്ന് ഇപ്രകാരം ടെലിഫോണിൽ കൂടെയും സൂമിലൂടെയൊക്കെ നാം ദൈവത്തെ ആരാധിച്ചു വരുന്നു. ദൈവം നമ്മെ തുടർന്നും സഹായിക്കുമാറാകട്ടെ. കേൾക്കപ്പെടുന്ന വചനങ്ങളെല്ലാം പാലിക്കപ്പെടുവാനുള്ളതാണ്. കേൾക്കപ്പെടുന്ന വചനങ്ങളെല്ലാം അത് നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ കടന്ന് അത് നമുക്ക് പ്രയോജനപ്പെടേണ്ടതാണ്. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. യിരെമ്യാ പ്രവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ച് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില ചിന്തകൾ പറഞ്ഞ് എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇവിടെ ഞാൻ വായിക്കുന്നു. നിന്നെ ഉദരത്തിൽ നിന്ന് ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. കർത്താവ് തന്റെ ഭക്തനെ തന്റെ പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വിളിക്കുന്ന ഭാഗമാണ്. വിളിക്കുമ്പോൾ തന്റെ ഉറപ്പിനായിട്ട് ദൈവം തന്നോട് അറിയിക്കുന്ന ചില വചനങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞ് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ദൈവത്തിന് തന്നെ കുറിച്ചുള്ള അറിവും, ദൈവത്തിന് ആരാണ് തന്നെ നിയമിക്കുന്നത് എന്നൊക്കെയുള്ള വാക്യമാണ് ഇവിടെ നാം കാണുന്നത്. തന്നെ കുറിച്ചുള്ള ഡിവൈൻ നോളജ്, ദൈവത്തിന്റെ നോളജ് ഇവിടെ കാണുന്നു. എന്താണ്? നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പ്, സ്തോത്രം, അങ്ങനെ ക്ലെയിം ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞുരുവാകുമ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച്, ആ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ ആ കുഞ്ഞ് അകത്ത് വളർന്നു വരുന്നത് ആ മാതാവിന് സെൻസ് ചെയ്യാൻ പറ്റും, ചെറുതായിട്ട് അറിയാൻ സാധിക്കും. ആ പിതാവിന് അത്രയും പോലും കഴിയത്തില്ല, എന്നാൽ ചെറിയ തോതിൽ ഒക്കെ അറിയാൻ സാധിക്കും എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ മാതാവും പിതാവും ആ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുവാൻ പോകുന്നത് ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ്. എന്നാൽ ഇവിടെ പറയുന്നു എന്താണ്? ബിഫോർ ഐ ഫോംഡ് യു ഇൻ ദ വൂം ഐ ന്യൂ യു. നിന്നെ ഉദരത്തിൽ നിന്ന് ഉരുവാക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. സ്തോത്രം. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. സ്തോത്രം. ഞാൻ നിന്നെ അറിഞ്ഞത് എന്നാണ്? നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. എത്ര ധൈര്യം പകരുന്ന ഒരു വാക്യമാണ്. ദൈവമക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ ധൈര്യം പകരുന്ന വചനങ്ങളാണ്. നമ്മെ അറിയുന്ന ഒരു ദൈവം, നമ്മെ മുന്നമേ അറിഞ്ഞിരിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. നാം ആരുടെ മകനായി മകളായി തീരുമെന്നും എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതം എന്നും ഒക്കെ മുന്നമേ അറിഞ്ഞിരിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ആ ദൈവം പറയുന്നു, യിരെമ്യാവിനോട് പറയുന്നു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. 139-ാം സങ്കീർത്തനം 15-16 വാക്യങ്ങൾ. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള അറിവ് എത്ര ആഴത്തിലുള്ളതാണ്. ഒരുപക്ഷെ ലോക മനുഷ്യർക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ ഒക്കെ അറിയുന്നതിനും അപ്പുറത്ത് ദൈവം നമ്മെ അറിഞ്ഞിരുന്നു, മുന്നറിഞ്ഞിരുന്നു. സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മളെ ഓരോരുത്തരെയും കണ്ടു എന്നുള്ളത് വളരെ പ്രത്യാശയ്ക്ക് വക തരുന്ന ദൈവമാണ്. സ്തോത്രം. വചനമാണ്. ഇവിടെ ഡിവൈൻ അനോയിന്റ്മെന്റ് നാം കാണുന്നു. ദൈവം തന്നെ
വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ കാണുന്നത് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ്. നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഈ ലോകത്തിൽ ഒരുപക്ഷെ പലരും അംഗീകരിക്കപ്പെട്ടില്ലെന്ന് വരാം, പലരെയും വില കൊടുത്തില്ലെന്ന് വരാം. പക്ഷേ ദൈവം പറയുന്നത് എന്താണ്? നിന്നെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. പിന്നീട് പറഞ്ഞിരിക്കുന്നു, നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എല്ലാ നിലയിലും എല്ലാ ദൈവമക്കളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവത്തിൽ നിന്ന് നിയമനം ലഭിച്ചവരാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും നിയമിച്ചിരിക്കുകയാണ്. യിരെമ്യാവിനോട് പറയുന്നു, ഞാൻ നിനക്ക് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും ദൈവം ഓരോ നിലയിൽ ദൈവമാണ് നിയമിച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവം ഇതെല്ലാം പ്ലാൻ ചെയ്തതാണ്. നാം ഏത് അപ്പനമ്മമാർക്ക് എത്രാമത്തെ മകനായി എത്രാമത്തെ മകളായി ജനിക്കണമെന്നും, നമ്മുടെ രൂപം എന്തായിരിക്കണം, നമ്മുടെ കളർ എന്തായിരിക്കണം, നമ്മുടെ ഷേപ്പ് എന്തായിരിക്കണം, നമ്മുടെ ഹൈറ്റ് എന്തായിരിക്കണം, ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വന്നതാണ്. ദൈവം നമുക്ക് കൽപ്പിച്ചാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നാം മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുവാനുള്ളതല്ല, മറ്റൊരു വ്യക്തിയുമായിട്ട് താരതമ്യം ചെയ്യപ്പെടേണ്ട വ്യക്തിയല്ല. നമ്മെ നാമായിട്ട് യുണീക്കായിട്ട് ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ആരും ഭാരപ്പെടണ്ട. നമ്മെ നാമായിട്ട് ദൈവം ഒരു പ്രത്യേക പദ്ധതിക്കായിട്ട്, ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് ദൈവം നമ്മെ നിയമിച്ചിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവീകമായ നിയമനമാണ്, അതിന് ഒരു അപ്പീലില്ല. സ്തോത്രം. മുമ്പോട്ട് പോകട്ടെ. ഈ യിരെമ്യാവിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ മുന്നമേ കണ്ടു, നിന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ യിരെമ്യാവ് പറയുന്നു, അയ്യോ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനാണ്. അപ്പോൾ 7-ാം വാക്യത്തിൽ പറയുന്നു, അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ഒക്കെയും വേണം എന്ന് പറഞ്ഞിട്ട് 8-ാം വാക്യത്തിൽ പറയുകയാണ്, നീ ആ ജാതികളെ, അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ദൈവം നമ്മെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശത്തിന്റെ നിവർത്തീകരണത്തിൽ മുഴുവൻ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ആ ഉദ്ദേശം നിവർത്തിക്കുന്നതിനാവശ്യമായ എല്ലാ റിസോഴ്സും ദൈവം നമുക്ക് തരും. എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളെയും ദൈവം നമുക്ക് ഒരുക്കി തരും. ഇവിടെ പറയുന്നത് എന്താണ്? നീ ഭയപ്പെടരുത്. ജാതികളെ ഫേസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നീ ഭയപ്പെടേണ്ട. കാരണം നിന്നെ അയക്കുന്നത് ഞാനാണ്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് പരിചിതമായ ഭാഗങ്ങളാണ്. ഇപ്പോഴും യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. തീയിൽ കൂടി നടന്നാൽ നീ വെന്തുപോവുകയില്ല. നീ വെള്ളത്തിൽ കൂടി കടന്നെങ്കിൽ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ. നദികളിൽ കൂടെ കടന്നെങ്കിൽ എന്നല്ല, കടക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ അകത്തുണ്ട്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവപ്രവൃത്തി തനിക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ വെല്ലുവിളികളും ഉണ്ട്, അത് പ്രതീക്ഷിക്കണം. എന്നാൽ അതിന്റെ നടുവിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ വിടുതലിന്റെ കരവും നമുക്കുണ്ട് എന്ന് ഉള്ളത് ഇന്ന് പകൽക്കാലം നാം ഓർക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നമ്മെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വത്തിനാണ്. സ്തോത്രം. യിരെമ്യാവിനെ തിരഞ്ഞെടുത്തത് പ്രവാചകനായിട്ടാണെങ്കിൽ നമ്മെ ഓരോരുത്തരെയും വിവിധ നിലകളിൽ ഓരോ സ്ഥാനത്ത് ദൈവം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച്
നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് തന്നെ ആ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിന്റെ നടുവിൽ വെല്ലുവിളികൾ ഉണ്ടാകാം, അതിന്റെ നടുവിൽ പോരാട്ടങ്ങൾ ഉണ്ടാകാം. അതിന്റെ നടുവിൽ തളർന്നു പോകുവാനല്ല, അതിന്റെ നടുവിലും വിജയം തരുവാൻ, കടന്നു പോകുന്ന ഏതൊരു സാഹചര്യത്തിലും അതിജീവിക്കുവാൻ ഉള്ള കൃപ തരുവാൻ ദൈവിക സാന്നിധ്യം നമുക്ക് ഉണ്ട് എന്നുള്ളത് നാം ഓർക്കുക. സ്തോത്രം. യെരമ്യാവിനോട് പറയുമ്പോൾ 10-ാം വാക്യത്തിൽ നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. സ്തോത്രം. എന്തിനാണ്? ഒരു ദൈവപ്രവൃത്തിക്കായി. എന്താണ് ഇവിടെ ദൈവപ്രവൃത്തി? നടുവാൻ, പണിയുവാൻ. നടണമെങ്കിൽ, ഒരു പ്ലാന്റ് നമുക്ക് നടണമെങ്കിൽ, ഒരു ചെടി നാം നടണമെങ്കിൽ ആ ചെടി നടുമ്പോൾ ആ നടുന്ന ആ സ്ഥലം നാം പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ നടുന്നതിന് മുമ്പ് ആ സ്ഥലം പോയി അതിൽ നിന്ന് ആവശ്യമില്ലാത്തതെല്ലാം പിഴുതെടുത്ത് കളഞ്ഞ് ആ സ്ഥലം പ്രിപ്പയർ ചെയ്ത് ഒരുക്കിയിട്ടാണ് അവിടെ നടുന്നത്. അതുപോലെ തന്നെ പണിയേണ്ടതിന്, ഒരു സ്ഥലത്ത് ചെന്ന് ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ഇതുപോലെ തന്നെ അവിടെയുള്ള അനാവശ്യമായിട്ടുള്ള ഒരുപക്ഷെ പഴയ ബലഹീനമായ ഒരു ബിൽഡിങ്ങോ എന്തെങ്കിലുമൊക്കെ അവിടെ ഡെവലപ്മെന്റ്സോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇടിച്ച് കളഞ്ഞ് നിരപ്പാക്കിയിട്ടാണ് അവിടെ നല്ല അടിസ്ഥാനമുള്ള ശക്തമായ ഒരു ബിൽഡിംഗ് പണിയുന്നത്. എങ്കിൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്, യിരെമ്യാവിനോട് ദൈവം പറയുന്ന ഇതാണ്: നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കുവാൻ, പിഴുതെടുത്തേണ്ടതിനെ പിഴുതെടുത്ത് കളഞ്ഞിട്ട് നടേണ്ടതിനെ നട്ട് പണിയേണ്ടതിനെ പണിയുവാൻ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നുവെന്നാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെറുതല്ല. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സിമ്പിളായിട്ടുള്ളതല്ല. സ്തോത്രം. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് അവിടെയുള്ള ഇത്രയും നാൾ അവിടെ നിന്നിരുന്ന ആ സ്ഥലത്ത് ചെന്ന് ആവശ്യമില്ലാത്തതിനെയൊക്കെ പിഴുതെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ എതിർപ്പുകൾ അവിടെ നിന്ന് വരുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അവിടെ നിന്നിരുന്ന ബലഹീനമായിരുന്ന ഒരു ബിൽഡിങ്ങിനെ ഇടിച്ചു കളഞ്ഞ് അവിടെ നല്ലൊരു ബിൽഡിംഗ് പണിയുമ്പോൾ എതിർപ്പുകൾ വരുവാൻ സാധ്യതയുണ്ട്. അതിന്റെ നടുവിലും ആ പ്രവൃത്തിക്കായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ദൈവം ഇവിടെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നശിപ്പിക്കേണ്ടതിനെ നശിപ്പിച്ചിട്ട് പണിയേണ്ടതിനെ പണിയുവാനാണ്. എടുക്കേണ്ടതിനെ പിഴുതെടുത്തിട്ട് നടേണ്ടതിനെ നടുവാൻ വേണ്ടിയാണ്. സ്തോത്രം. നമ്മുടെ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതവുമായിട്ട് നാം താരതമ്യം ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ തകർക്കപ്പെടേണ്ട പല കാര്യങ്ങളുണ്ടാകും, തകർക്കപ്പെടേണ്ട പല ചിന്താഗതികളുണ്ടാകാം, ചില ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാകാം, എന്നിട്ട് നടേണ്ട പല കാര്യങ്ങളുണ്ട്. സ്തോത്രം. പിഴുതെടുക്കേണ്ട പല സ്വഭാവങ്ങളുണ്ടാകാം, അതിനെ കളഞ്ഞിട്ട് നടേണ്ട ചില കാര്യങ്ങളുണ്ട്, ബിൽഡപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഇസ്രായേൽ ജനത്തെ കുറിച്ച് നാം വായിക്കുമ്പോൾ 106-ാം സങ്കീർത്തനം അതിന്റെ 34-ാം വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 106-ന്റെ 34, യഹോവ തങ്ങളോട് നശിപ്പിപ്പാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല. അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തികളെ പഠിച്ചു, അവരുടെ വിഗ്രഹങ്ങളെ സേവിച്ചു. അവ അവർക്കൊരു കെണിയായി തീർന്നു. ഇസ്രായേൽ ജനം നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കാതെ, നശിപ്പിക്കണമെന്ന് പറഞ്ഞെടുത്ത് അവരെന്ത് ചെയ്തു? അവരതിനെ നശിപ്പിക്കാതെ അതിനോട് ചങ്ങാത്തം കൂടി, അതിനോട് ഇടകലർന്ന്, സ്തോത്രം, മുമ്പോട്ട് പോയി. അവസാനം എന്ത് സംഭവിച്ചു? അവർക്ക് തന്നെ അതൊരു കെണിയായി തീർന്നു. യിരെമ്യാവിനോട് 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞത് എന്താണ്? നീ തകർക്കേണ്ടതിനെ തകർക്കണം, എന്നിട്ട് പണിയേണ്ടതിനെ പണിയണം, പിഴുതുകളയേണ്ടതിനെ പിഴുതുകളയണം, എന്നിട്ട് നടേണ്ടതിനെ നടണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏതുദ്ദേശത്തിനായി നമ്മളെ വിളിച്ചു, ആ ഉദ്ദേശത്തിനായി നമ്മെ ഏൽപ്പിച്ചതിന് ശേഷം ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോൾ അത് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു കെണിയായി തീരുവാൻ സാധ്യതയുണ്ട്. മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. 11-ാം വാക്യം, യിരെമ്യാവ് 1-ന്റെ 11-ഉം 12-ഉം.
യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, ഇരമ്യാവേ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം, ജാഗ്രത അല്ലെങ്കിൽ ബദാം വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ ബദാം വൃക്ഷം എന്താണ് ഇവിടെ ബദാം വൃക്ഷം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? സ്തോത്രം. ബദാം വൃക്ഷം മറ്റു വൃക്ഷങ്ങൾ പോലെയല്ല. അതിന്റെ സീസൺ ആകുമ്പോൾ അല്ലെങ്കിൽ തണുപ്പ് സമയമാകുമ്പോൾ ഈ മറ്റു വൃക്ഷങ്ങളെല്ലാം അത് ഒരു മയക്കത്തിൽ തന്നെ ആയിരിക്കും. എന്നാൽ ബദാം വൃക്ഷം നേരത്തെ തന്നെ പുഷ്പിക്കുകയും നേരത്തെ തന്നെ ഇലയിടുകയും ചെയ്യും. ഇവിടെ ഈ വാക്ക് പറഞ്ഞിരിക്കുന്നതിന്റെ, യിരെമ്യാവിനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നിന്നെ കാണിച്ചിരിക്കുന്ന ഈ ദർശനം, സ്തോത്രം, കണ്ട് ഭയപ്പെടണ്ട. ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, വാഗ്ദത്തങ്ങൾ വേഗത്തിലും ഉറപ്പായും ഞാൻ നിവർത്തിക്കുമെന്ന് കാണിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ഞാൻ ജാഗരിച്ചുകൊള്ളും. ദൈവം പറയുന്നത് എന്താണ്? 12-ാം വാക്യം, നീ കണ്ടത് ശരി തന്നെ, ബദാമാ നീ കണ്ടത്, എന്റെ വചനം നിവർത്തിച്ചു കൊള്ളുവാൻ ഞാൻ ജാഗരിച്ചുകൊള്ളും. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കുക, ഈ മരുഭൂ യാത്രയിൽ നമ്മെ മുമ്പോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളാണ്, ദൈവം നമുക്ക് തന്നിട്ടുള്ള വചനങ്ങളാണ്. സ്തോത്രം. ആ വചനങ്ങളെ മുറുകെ പിടിച്ച് ധൈര്യത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിയും ക്ഷീണിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. എന്നാൽ പലപ്പോഴും നമുക്ക് മടുപ്പ് വരുന്നത് എന്താണ്? വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ സമയത്ത്, നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ച് നാം പ്രതീക്ഷിക്കുന്നത് പോലെ ഇതൊക്കെ നടക്കുമെന്ന് വിശ്വസിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴാണ്. ഹബക്കൂക്ക് പ്രവചനത്തിൽ ഈ വാക്യം നമുക്കെല്ലാവർക്കും പരിചയമായ വാക്യമാണല്ലോ. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദൈവം നമുക്ക് ദർശനം തന്നിരിക്കുന്നു, ദൈവം നമുക്ക് കാഴ്ചപ്പാട് തന്നിരിക്കുന്നു, ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നു. അത് നിവർത്തിപ്പാൻ ഞാൻ ജാഗ്രതയുള്ളവനാണ്, ജാഗരിച്ചു കൊള്ളും എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചിന്താഗതിക്കോ നമ്മുടെ പ്ലാനിനോ അനുസരിച്ചല്ല ദൈവം അത് ചെയ്യുന്നത്. ദൈവത്തിന് ദൈവത്തിൻ്റെതായ സമയമുണ്ട്, അതിനൊരു അവധി വെച്ചിട്ടുണ്ട്. അത് ലേറ്റ് ആകുകയില്ല, നേരത്തെ വരികയുമില്ല. അത് എത്തേണ്ട സമയത്ത് നമ്മെ തേടി വരും. ഇന്ന് പകൽക്കാരൻ ദൈവാത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. സ്തോത്രം. ഒരുപക്ഷെ നാം പ്രാർത്ഥിക്കുന്ന, ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന, ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന പല വാഗ്ദത്തങ്ങളും നമ്മുടെ കണക്കൂട്ടൽ അനുസരിച്ച് കർത്താവേ എനിക്ക് ഇന്ന് ലഭിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഈ സമയമാണല്ലോ അതിന്റെ സമയം എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, ദർശനത്തിന്റെ ഒരു അവധി വെച്ചിരിക്കുന്നു. ഇതല്ല ദൈവത്തിന്റെ സമയം. ദൈവത്തിന്റെ സമയം വ്യക്തമാണ്. ഞാനാണ് വചനം പറഞ്ഞതെങ്കിൽ അത് നിവർത്തിക്കുവാനും എനിക്ക് കഴിയും. സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? എനിക്കറിയാം, പലപ്പോഴും നാം പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ നാം നിരാശയിലേക്ക് വഴുതി വീഴാറുണ്ട്. നാം അറിയാതെയാണെങ്കിലും പലപ്പോഴും നിരാശപ്പെട്ടു പോകാറുണ്ട്. നാം മനുഷ്യരാ. പക്ഷെ ആ സമയത്ത് ഹൃദയത്തിൽ നാം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവമെല്ലാം ദൈവത്തിന്റെ സമയത്തെ ചെയ്യുന്നു. ദൈവമെല്ലാം ദൈവത്തിന്റെ നിശ്ചിത സമയത്ത് ദൈവഹിതപ്രകാരമാണ് ദൈവം ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ അതിനായി കാത്തിരിക്കുക. സ്തോത്രം. ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് ഇതൊക്കെ നിവർത്തിക്കപ്പെടാൻ പോകുന്നത്? എങ്ങനെ ഇനി ഈ സാഹചര്യത്തിൽ നിന്ന് എന്ത് നന്മയാണ് വരാൻ പോകുന്നത്? എന്റെ മനസ്സിൽ കടന്നു വന്ന വചനം ഇതാണ്, യെഹെസ്കേൽ പ്രവചനം. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം നമുക്ക് പരിചയമായ ഭാഗമാണ്. 3-ാം അധ്യായം 3-ാം വാക്യം, 37-ന്റെ 3-ാം വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവെ നീ അറിയുന്നു എന്ന് പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. സ്തോത്രം. എന്നിട്ട് പ്രവാചകൻ
പറയുന്ന 7-ാം വാക്യത്തിൽ, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഉണങ്ങിയ അസ്ഥിയുടെ സാഹചര്യം കണക്കാക്കണ്ട. അതിനെ കണ്ട് മനസ്സ് മടുക്കണ്ട. ഈ വാക്യത്തിലൂടെ ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് ഓരോരുത്തരോടും പറയുന്നത് ഇതാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനമാകുന്ന ശക്തി, ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ, സ്തോത്രം, എത്ര ഉണങ്ങിയിരിക്കുന്ന സാഹചര്യത്തെയും എത്ര അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യത്തെയും മാറ്റിക്കളയുവാൻ, അല്ലെങ്കിൽ അതിനെ അത്ഭുതകരമാം വണ്ണം നിവർത്തിച്ച് കാണിക്കുവാൻ ദൈവത്തിന് സാധിക്കും. സ്തോത്രം. പക്ഷെ അതിന് വേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. സ്തോത്രം. സഭാപ്രസംഗി പുസ്തകത്തിൽ 11-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിനായി ഇവിടെ ഞാൻ വായിക്കട്ടെ. കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. സ്തോത്രം. ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ ആ കുഞ്ഞിന് എങ്ങനെ അസ്ഥികൾ ഉരുവായി വരുന്നത്, സ്തോത്രം, അത് നമുക്കറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന സാഹചര്യങ്ങളെ വെച്ച് നാം കാര്യങ്ങളെ വിലയിരുത്തണ്ട. നാം കേവലം മനുഷ്യരാണ്, നമ്മുടെ അറിവ് കുറവാണ്. പക്ഷെ നാം സേവിക്കുന്ന ദൈവം വലിയ ദൈവമാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുവാൻ തയ്യാറുണ്ടോ? വിശ്വസിക്കുന്നവരുടെ മേലാണ് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അതിനെ നമ്മൾ റീസണിങ് കൊണ്ട് നാം അതിനെ നേരിട്ടാൽ ഒരിക്കലും അത് സംഭവിക്കത്തില്ല. അതിനെ നമ്മൾ ക്രിട്ടിക്കലായിട്ടൊക്കെ ഇവാലുവേറ്റ് ചെയ്താൽ സംഭവിക്കത്തില്ല. പക്ഷെ ദൈവിക കാര്യങ്ങളെ പലപ്പോഴും നാം അന്ധമായി തന്നെ വിശ്വസിക്കേണ്ടി വരും. സ്തോത്രം. എങ്ങനെയാണ്? എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. സ്തോത്രം. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ എങ്ങനെയാണ് ഈ അത്ഭുതം നടന്നത്? ഇവിടെ അത്ഭുതം ചെയ്തത് അബ്രഹാം അല്ല, ദൈവമാണ്. പക്ഷെ അബ്രഹാമിന്റെ ഭാഗത്തു നിന്നുള്ള വിശ്വാസമാണ് അതിനുള്ള അടിസ്ഥാനം ഇട്ടത്. സ്തോത്രം. ദൈവത്തിൽ താൻ വിശ്വസിച്ചു. സ്തോത്രം. താൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ ഭാഗമുണ്ട്, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചു, ആശയ്ക്ക് വിരോധമായി ആശയോടെ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ എന്ന് പറഞ്ഞാൽ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതിന്റെ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈവൻ വെൻ ദർ വാസ് നോ റീസൺ ഫോർ ഹോപ്പ് Abraham kept hoping, believing that he would become the father of many nations, for God had said to him, that's how many descendants you will have. സ്തോത്രം. നമുക്ക് വിശ്വസിക്കാൻ ഒരു കാരണവുമില്ലാത്തപ്പോഴും വിശ്വസിക്കണമെന്ന്, ഒന്നും നമ്മുടെ കണ്ണിന് മുൻപിൽ ഇല്ലാത്തപ്പോഴും വിശ്വസിക്കണമെന്ന്. ഒരു കുഞ്ഞിനെ പോലും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞു പോലും അസാധ്യമെന്ന് ചിന്തിക്കുക, അതിനുള്ള പ്രായമില്ല. നാം മുകളിൽ വായിച്ചത് എന്താണ്? ഒരുവന് മൃതപ്രായനായവന് എന്ന് പറഞ്ഞാൽ മരണം കാത്ത് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നിർജീവമായ ശരീരം കൊണ്ട് ഇനി എങ്ങനെ ഈ ഒരു അത്ഭുതം നടക്കുവാൻ പോകുകയാണ്. ഒരു കുഞ്ഞു പോലും അസാധ്യമായിരിക്കുന്ന സമയത്ത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അബ്രഹാമിന്റെ മേൽ ദൈവം തന്റെ അത്ഭുതം വെളിപ്പെടുത്തി. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അബ്രഹാമിന്റെ ദൈവമാണ് നമ്മുടെയും ദൈവം. അബ്രഹാമിന്റെ വിശ്വാസം ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് എക്സസൈസ് ചെയ്യുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, സ്തോത്രം, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ നമുക്കും കാണുവാൻ സാധിക്കും.
സ്തോത്രം. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. നമ്മുടെ തലമുറകളുടെ കാര്യത്തിൽ, നമ്മുടെ ഭാവിയുടെ കാര്യത്തിൽ, നമ്മുടെ ബിസിനസിന്റെ കാര്യത്തിൽ, നമ്മുടെ ജോലിയുടെ കാര്യത്തിൽ ഒക്കെ ഇന്നുള്ളതിനെ കണക്ക് കൂട്ടണ്ട. നാം സേവിക്കുന്ന ദൈവമാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. നാം സേവിക്കുന്ന ദൈവം ആരാണ്? 1-ാം വാക്യത്തിൽ 5-ാം വാക്യത്തിൽ യിരെമ്യാവിനോട് പറഞ്ഞത്, സ്തോത്രം, ഹല്ലേലൂയ, നീ ജനിക്കുന്നതിന് മുമ്പേ, ഞാൻ നിന്നെ ജനിപ്പിക്കുന്നതിന് മുമ്പേ, ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടവനാണ്. സ്തോത്രം. അങ്ങനെയുള്ള സർവശക്തനായ, സ്തോത്രം, വാക്കുകൊണ്ട് ഈ കാണുന്നതിനെ എല്ലാം സൃഷ്ടിച്ച ദൈവമാണ് പറയുന്നത്. സ്തോത്രം. ആ ദൈവമാണ് പറയുന്നത്, ഞാൻ തന്ന വചനത്തെ നിവർത്തിക്കുവാൻ ഞാൻ തന്നെ ജാഗരിച്ചുകൊള്ളും. സ്തോത്രം. ഇന്ന് പകൽക്കാലം അതിൽ കൂടുതൽ എന്ത് പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്? സ്തോത്രം. ഒരുപക്ഷെ ഈ ലോകപ്രകാരമായിട്ട് പലതും നമ്മളൊന്നും ആയില്ലെന്ന് വന്നേക്കാം. ആയിക്കോട്ടെ, സ്തോത്രം. നാം പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയില്ലെന്ന് വന്നേക്കാം. പക്ഷെ നമ്മളെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാൻ ദൈവത്തിനുണ്ട്. ആ പ്ലാൻ നമ്മിൽ നിറവേറ്റപ്പെടാനാണ് നാം ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ഇന്നത്തെ സാഹചര്യങ്ങൾ ഒന്നും പ്രതീക്ഷയ്ക്ക് വക തരുന്നതല്ലായിരിക്കാം. എങ്കിലും ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അബ്രഹാമിനെ പോലെ വിശ്വസിക്കാനൊന്ന് നാം തയ്യാറാണോ? സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്റെ വാക്കുകളെ ഇവിടെ ഞാൻ ചുരുക്കുവാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ നമുക്ക് വേണ്ടത്, ആ വാക്യം ഒന്ന് വായിക്കട്ടെ. 6-ാം അധ്യായം 13-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട്. നാം എല്ലാം വായിച്ച് നാം മനസ്സിലാക്കിയിട്ടുള്ള ഭാഗമാണ്. ഞാനിവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് 16-ാമത്തെ വാക്യമാണ്. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. എല്ലാറ്റിനും മീതെ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസത്തിലാണ് നമുക്ക് മടുപ്പ് വരുന്നത്. പലപ്പോഴും വിശ്വാസത്തിലാണ് നാം ക്ഷീണിച്ചു പോകുന്നത്. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് എത്ര വലിയ വ്യത്യാസമാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദുർദിവസത്തിൽ നാം ഉറച്ചു നിൽക്കണമെങ്കിൽ ഈ പറയപ്പെടുന്ന എല്ലാ ആയുധവർഗം നമുക്ക് വേണം. അതിനപ്പുറത്ത് തന്നെ വിശ്വാസം എന്ന പരിച. വിശ്വാസം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കൊണ്ട് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. വിശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിൽ ആധാരമായിട്ട് വേണ്ടത്. നമ്മൾ എത്ര വചനങ്ങൾ കേട്ടാലും, എത്ര വചനങ്ങൾ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ നാം കേൾക്കപ്പെടുന്ന വചനങ്ങളെല്ലാം വിശ്വസിക്കുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. നാം ഉരുവിടുക മാത്രമല്ല, നാം മെമ്മറൈസ് ചെയ്യുക മാത്രമല്ല, ആ വചനത്തിൽ നാം വിശ്വസിക്കണം. ആ വചനം വിശ്വസിക്കാൻ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന സമയത്താണ് നാം വിശ്വസിക്കേണ്ടത്. അപ്പോഴാണ് അത് വിശ്വാസമായി തീരുന്നത്. സ്തോത്രം. എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഒരു വാക്യം കൂടെ യിരെമ്യാവിനോട് ദൈവം പറയുന്നത് 19-ാം വാക്യം. 1:19. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഡിവൈൻ വിക്ടറി. സ്തോത്രം. ദൈവീകമായ ജയം. നമുക്ക് പോരുണ്ട്, നമുക്ക് എപ്പോഴും പോരാട്ടമുണ്ട്, ഇങ്ങോട്ട് ഫൈറ്റ് ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ജയം നമുക്ക് തന്നെ. സ്തോത്രം. കാരണം നമ്മെ വിളിച്ചത് ഒരു മനുഷ്യനല്ല, നമ്മെ വിളിച്ചത് ഈ ലോകത്തിന്റെ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അധികാരമുള്ള ദൈവമാണ് നമ്മളെ വിളിച്ച് ഒരു പ്രത്യേക പദ്ധതിക്കായിട്ട് നിയമിച്ചതെങ്കിൽ അതിനകത്ത്, അതിന്റെ പുറകിൽ, സ്തോത്രം, അത് നിവർത്തിച്ചു തരുവാനുള്ള ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ജയം നമ്മോടും കൂടെ തന്നെ ആയിരിക്കും. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ ഈ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും? സ്തോത്രം. വിശ്വാസത്തോടുകൂടെ. ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യങ്ങൾ നമ്മുടെ പ്രതീക്ഷയ്ക്കത്തുള്ളതല്ല. ഓക്കെ, എങ്ങനെ നടക്കും? കർത്താവെ, നീ ഇതിനു വേണ്ടി എന്നെ വിളിച്ചതാ, പക്ഷെ എന്റെ മുമ്പിൽ പ്രതീക്ഷയ്ക്കത്തൊരു വകയുമില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ വചനം നിവർത്തിക്കുവാൻ ഞാൻ ജാഗരിക്കും. സ്തോത്രം.
ഹല്ലേലൂയ. മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ പറയുന്ന വാക്ക് പാലിക്കാൻ എനിക്ക് അറിയാമെന്ന് ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഉദ്ബോധിപ്പിക്കാൻ. സ്തോത്രം. നാം വായിച്ചത് ആദ്യം ഡിവൈൻ നോളജ് ആണ്, ഡിവൈൻ അപ്പോയിന്റ്മെന്റ്, ഡിവൈൻ ഡെലിവറൻസ്, ഡിവൈൻ പ്രോമിസ് ആൻഡ് ഡിവൈൻ വിക്ടറി. സ്തോത്രം. യിരെമ്യാ പ്രവചനത്തിൽ ദൈവം തന്നോട് പറയുന്ന എല്ലാ വാഗ്ദത്തങ്ങളും, സ്തോത്രം, എല്ലാ വാക്കുകളും, സ്തോത്രം, നമ്മുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാണ്. ദൈവം നമ്മെ മുന്നമേ അറിഞ്ഞു, നമ്മെ ഒരു പ്രത്യേക പദ്ധതിക്കായി ആക്കി വെച്ചു. സ്തോത്രം. ഒരുപാട് എതിർപ്പുകൾ വരും. നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കാൻ, പിഴുതു കളയേണ്ടതിനെ പിഴുതു കളഞ്ഞ്, നടേണ്ടതിനെ നടുവാനും ബിൽഡ് ചെയ്യേണ്ടതിനെ ബിൽഡ് ചെയ്യുവാനും വളരെ ചലഞ്ചായിട്ടുള്ള ഒരു പ്രവൃത്തിയായി ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന്റെ നടുവിൽ ഫൈറ്റ് ഉണ്ടാകും. അവർ നമ്മളോട് എതിർക്കും, ഫൈറ്റ് ചെയ്യും. പക്ഷെ ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് അവർക്കൊരിക്കലും നമ്മെ ജയിക്കുവാൻ കഴിയുകയില്ല. നാം ജയാളിയായി എഴുന്നേൽക്കും. ഇന്ന് പകൽക്കാലം, സ്തോത്രം, നാം ഓരോരുത്തരും ജയാളികളാണ്. ജീവിതത്തിൽ കടന്നു വരുന്ന ശത്രുവിന്റെ തീയമ്പുകളെ നേരിടുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കും. സ്തോത്രം. അതുകൊണ്ട് വിശ്വസിക്കുക, സംശയിക്കാതെ വിശ്വസിക്കുക. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ, ദൈവം വാക്ക് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുടെ മേൽ കർത്താവ് മറുപടി തരുവാൻ മതിയായവനാണ്. എന്റെ വാക്കുകളെ ഇവിടെ ഞാൻ ചുരുക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ ദൈവമാണ് നമ്മുടെയും ദൈവം. അബ്രഹാമിന്റെ ദൈവമാണ് നമ്മുടെയും ദൈവം. യിരെമ്യാവ് പിന്നീട് താൻ ജാതികളോട് ചെന്ന് തന്റെ പ്രവൃത്തി, താൻ പ്രവചിക്കുവാനായി, തന്റെ ആലോചന പറയുവാനൊക്കെ കടന്നു പോകുമ്പോഴും, വലിയ പ്രതികൂലങ്ങളെ താൻ നേരിട്ടപ്പോഴും ഒക്കെ തന്നെ അവിടെ പിടിച്ചു നിർത്തിയത് ദൈവം കൊടുത്ത ഉറപ്പായിരുന്നു. ദൈവം ആദ്യമേ തന്നോട് പറഞ്ഞ വചനങ്ങളായിരുന്നു എന്ന് പിന്നീട് ആ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ദൈവം ഇന്ന് പകൽക്കാലം നമ്മയും ഉറപ്പിക്കുന്നു. ജീവിതത്തിൽ നേരിടുവാൻ പോകുന്ന വെല്ലുവിളികൾ അത് ദൈവവചനത്താൽ നേരിടുവാൻ, ദൈവവചനത്താൽ അതിജീവിക്കുവാൻ യിരെമ്യാവിനെ പോലെ ദൈവം നമ്മയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.